ഈ ഇപ്പൊ വരുന്ന വേഷങ്ങളില്ലേ, ഇപ്പൊ ടീനേജിനൊക്കെ അപ്പുറത്തേക്കുള്ള ഒരു വേഷം ഉണ്ടല്ലോ, ഇപ്പൊ ഒരാളുടെ വ്യത്യസ്തമായ കാലഘട്ടങ്ങളൊക്കെ കാണിക്കുന്ന റോളുകളോ അങ്ങനെയുള്ള വേഷങ്ങളൊക്കെ അനശ്വരയിലേക്ക് വരുമ്പോൾ അനശ്വരയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഒരു വലിയ സമയം തന്നെ, ഇപ്പോൾ ഒരാളുടെ 20s 30s 50s അങ്ങനത്തെ വേഷങ്ങൾ അനശ്വരയിലേക്ക് വരാറുണ്ടോ? ചെറുപ്പകാലം തൊട്ടിട്ട് ഒരു കുറച്ചൊരു സ്പാൻ ഓഫ് ലൈഫ് അങ്ങനെ കാണിക്കുന്ന സിനിമകൾ വരുന്നുണ്ടോ? അങ്ങനെ വരുന്നത് എനിക്ക് കുറവാണ്. എനിക്ക് അങ്ങനെ വന്നിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന പ്രണയവിലാസത്തിലാണ് ഒരു കാലഘട്ടം കാണിക്കുന്ന ഒരു സിനിമ, അല്ലെങ്കിൽ ഒരാളുടെ പഴയ കാലഘട്ടം എന്ന രീതിയിൽ കാണിക്കുന്ന സിനിമ. ബാക്കിയുള്ള കാലഘട്ടം കാണിച്ചാലും ഞാൻ പിന്നെ മരിച്ചുപോയി. ആരും കാണിക്കേണ്ടി വന്നിട്ടില്ല. അതെ, അപ്പോ അങ്ങനെ വന്നേക്കുന്നത് അതിനകത്താണ്. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് വരുന്നത് കുറവാണ് ആക്ച്വലി. ഈ ഇപ്പൊ മരണം സിനിമയിലൊരു ഭാഗമായോണ്ട് ചോദിക്കുക, ഈ സിനിമയുടെ അകത്ത് നിങ്ങൾ മരിക്കുന്നത് നിങ്ങൾ കാണുന്നത് കുറച്ച് ഓക്വേർഡ് ആയിട്ടാണോ അതോ ഞാൻ മരിക്കുന്നു? അതെ, സിനിമയുടെ അകത്ത് സിനിമയിൽ നിങ്ങൾ മരിക്കുന്ന സിനിമകൾ ഉണ്ടാവുമല്ലോ, ഇപ്പൊ രേഖാചിത്രത്തിൽ മരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓൺ സ്ക്രീനിൽ മരിക്കുന്നുണ്ട്, നിങ്ങളിത് ഓൺ സ്ക്രീനിന്റെ ഇപ്പുറത്തിരുന്നത് കാണുമ്പോൾ അതെങ്ങനെയാ ആ ഫീൽ എങ്ങനെയാ? എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്കങ്ങനെ കാണുമ്പോൾ, ഞാൻ മരിക്കുന്ന കാണുമ്പോൾ എനിക്കിത് നമ്മളെ എക്സ്പ്രഷൻ നോക്കിക്കൊണ്ടിരിക്കുക. ആ കഴുത്താക്കുമ്പോൾ എനിക്ക് എക്സ്പ്രഷൻ നോക്കുകയാണോ, അത് എത്രത്തോളം കൊടുക്കണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അമ്മക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അമ്മയ്ക്ക് അതൊന്നും കണ്ടിരിക്കാൻ പറ്റില്ല. അമ്മ ഷൂട്ടിനൊക്കെ വന്നിട്ട് രേഖാചിത്രത്തിന്റെ സമയത്ത് ജോഫി ചേട്ടൻ ചോദിച്ചു അത് കാണിച്ചു തരണോ, സീൻ കാണിച്ചു തരണമെങ്കിൽ അമ്മ പറഞ്ഞു എനിക്ക് കാണാൻ പറ്റാൻ പറഞ്ഞു. അങ്ങനെ അതൊക്കെ ചേച്ചിക്കുണ്ട്. ഞാൻ മരിക്കുന്ന സീനുകൾ, ഞാൻ കരയുന്ന സീനുകളൊന്നും ഇവർക്ക് രണ്ടുപേർക്കൊന്നും കണ്ടിരിക്കാൻ പറ്റില്ല. അവരപ്പം വേണ്ട, ഞാൻ എപ്പോഴും തിയേറ്ററിനെങ്ങാനും, തിയേറ്ററിന് അഫ്കോഴ്സ് സിനിമ ആണല്ലോ, അപ്പൊ ഞാൻ കണ്ടോളാം, അവർക്കത് കണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ നേരത്തെ ഈ ബൈചേട്ടനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ മരണത്തിന് മുമ്പ്, എന്തായാലും മരണമാണല്ലോ ജീവിതത്തിൽ ഏറ്റവും പ്രധാന ഒരു സത്യമുള്ള പർപ്പസ്, അതിനു മുമ്പ് നമ്മുടെ ജീവിതത്തിന് ഒരു പർപ്പസ് ഉണ്ടോ എന്ന് ആലോചിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. ശരിക്കും അങ്ങനെ ജാസിം ആലോചിക്കുന്നുണ്ടോ ജീവിതത്തിനൊരു പർപ്പസ് ഉണ്ട്, ജീവിതത്തിനൊരു ഉദ്ദേശമുണ്ട്, അങ്ങനെ ആലോചിക്കുന്ന ഒരു ജാസിമുണ്ട്? എനിക്ക് ഇവിടെ അത്യാവശ്യം ഹാപ്പി ആയിട്ട് സമാധാനത്തോടെ ജീവിച്ച് പോകുക എന്നൊരു ആഗ്രഹം മാത്രമേ ബേസിക് ആയിട്ടുള്ളൂ. അല്ലാതെ പിന്നെ ഭയങ്കര അങ്ങനെയൊന്നും ചിന്തയില്ല. ഒരു പ്ലാൻ ഒക്കെ വെച്ച് ഇത് ചെയ്യണം, ഞാൻ 30s ഇത് ചെയ്യണം, അങ്ങനെയൊന്നും ഇരിക്കില്ല. ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, കാണും, പക്ഷെ അല്ലാതെ അതിന് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ഭയങ്കര പരിപാടി. സമാധാനത്തിൽ പോവുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയുണ്ടോ? ജീവിതത്തിന് ഒരു പർപ്പസ് വേണം, നമ്മൾ ജീവിച്ചാൽ നമ്മുടെ സിഗ്നേച്ചർ ഇട്ടിട്ട് വേണം പോകാൻ, അങ്ങനത്തെ അങ്ങനെ ഒരു സ്വപ്നമുണ്ടോ, ഒരു ലക്ഷ്യമുണ്ടോ? സ്വപ്നവും ലക്ഷ്യമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ എൻ്റെയൊക്കെ സ്വപ്നം സിനിമ തന്നെയാണ്. എൻ്റെ ആഗ്രഹം നമ്മൾ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഒക്കെ അഭിനയിക്കണം. അങ്ങനെയൊക്കെ അഭിനയിച്ച് വലിയൊരു നടിയാവണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഏത് റോളിലേക്കും വിളിക്കാം നമ്മളെ, അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുത്തതാണ്. കാര്യം 15 വർഷത്തോളമായി ഇപ്പോൾ മീഡിയ ചാനലിൽ ഇങ്ങനെ അഭിനയം, അതിന് മുന്നേ നാടകം, സീരിയൽ എല്ലാം ചെയ്യുന്നുണ്ട്, സ്റ്റേജ് ഷോസ്, ചാനൽ ഷോസ്. അപ്പം അതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രം, ഏജ്ഡായിട്ടുള്ളതും ചെറുപ്പക്കാരിയായിട്ടുള്ളതും മറ്റേ ഭ്രാന്തിയായിട്ടുള്ളതും അങ്ങനത്തെ പല പല കാറ്റഗറി ഉള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെടുത്ത ആ എക്സ്പീരിയൻസിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പോൾ എന്നോട് വിപിൻ ചേട്ടൻ പറയാണ്, നാളെ നീ ചെയ്യാൻ പോകുന്നത് ഇന്ന ക്യാരക്ടറാണ്, കുറച്ചൊരു യങ് ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് അത്ര ഏജ്ഡ് ആയിട്ടൊരു 60, 80 വയസ്സ് അല്ല, ഇവിടെ വിപിൻ ചേട്ടൻ ഉള്ളത് കൊണ്ട് ഞാൻ അല്ല, ഞാൻ വിപിൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഒരു ഏതൊരു ഡയറക്ടറായാലും എന്നോട് ഇപ്പൊ നാളെ വന്ന് പറയാണ് ഒരു 80 വയസ്സായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, അത് സിനിമയിൽ അത്രയും പ്രാധാന്യമുള്ളൊരു ക്യാരക്ടറാണ്, അത് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, അശ്വതിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഓഫ് കോഴ്സ് ചെയ്യാം എന്ന് പറയും. അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തൊരു കോൺഫിഡൻസ് ആണ്. സുബിൻ, അങ്ങനെ ഒരു പർപ്പസ് ഓഫ് ലൈഫ് അങ്ങനെ ആലോചിക്കാറുണ്ടോ? ഒരു സിനിമ സംവിധാനം ചെയ്യണം, എഴുതി സംവിധാനം ചെയ്യാം. സ്ക്രിപ്റ്റ് എൻ്റെ 4 ഉണ്ട്, പക്ഷെ അത് എടുത്താൽ ആ സ്ക്രിപ്റ്റ് കൊണ്ട് ഇപ്പൊ ഒരു പ്രൊഡ്യൂസർ ഓർഡറാന്ന് പറയും, നമ്മളെ വിശ്വസിച്ച് അത്രയും കൊണ്ടിറക്കാൻ ഇതിനുള്ള ഇല്ല. പക്ഷെ ആ ലെവലിൽ എത്തിയിട്ട് ആ സ്ക്രിപ്റ്റ് കൊണ്ട് പോകും. സുബിൻ എഴുതി വരുന്ന ഒരു ദിവസം ആ ഒരു ആഗ്രഹമുണ്ട്. നമ്മളിപ്പോ ഇവിടെ നിന്നില്ലാതായാലും
നമ്മളുടെ കുറച്ച് ഓർമ്മകൾ വേണം. നമ്മുടേതായ നമ്മുടെ സ്വന്തം എന്ന് പറയുന്ന ഒരു സാധനം. അത് ആ ഒരു ആഗ്രഹമുണ്ട്, അതെന്തായാലും ചെയ്യും. അനുശ്വര അങ്ങനെ ഒരു സിഗ്നേച്ചർ വേണം അങ്ങനെ ആലോചിച്ച സമയങ്ങളുണ്ടോ? ഒരു പർപ്പസ് വേണം. ഒരു പർപ്പസ് വേണം. ഞാനിവിടെ ഉണ്ടായിരുന്നു എന്ന് എന്റെ ചുറ്റുമുള്ള ആളുകൾ ഓർക്കണം. തീർച്ചയായിട്ടും അതൊരു പർപ്പസ്. എല്ലാവരുടെയും പർപ്പസ്, ഇതിനകത്തുള്ള എല്ലാവരുടെയും പർപ്പസ് എന്ന് വെച്ചാൽ അത് തന്നെയാണ്. സിനിമ ചെയ്യാം, ആ ഒരു സിനിമ നമ്മളിവിടെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ എന്ന് വെച്ചാൽ നമ്മുടെ ആക്ടിങ് നല്ലതായതുകൊണ്ടാണ് അത് അവിടെ തന്നെ ഇങ്ങനെ കിടക്കുന്നത്. അങ്ങനെയുള്ള രീതി അത് എല്ലാ ആക്ടേഴ്സിന്റെയും അല്ലെങ്കിൽ എല്ലാവരുടെയും ആക്ടേഴ്സിന്റെ മാത്രമല്ല എല്ലാവരുടെയും ഒരു ആഗ്രഹം, ഒരു പർപ്പസ് ഒക്കെ അതൊക്കെ ആയിരിക്കാം. അങ്ങനെ അത് കിടക്കാം അവിടെ. ഞാൻ നേരത്തെ വേറെ പറഞ്ഞ കാര്യം, അതായത് എനിക്ക് ഒരു കാര്യം ഭയങ്കര ആഗ്രഹമുള്ള കാര്യം ഉണ്ടായിരുന്നു. അതായത് എനിക്ക് ഒരു നല്ല സിനിമയിൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ക്യാരക്ടർ ചെയ്യണം എന്ന്. പിന്നെ ഒന്ന് ചെയ്താൽ മതി എന്നല്ല, ഒരെണ്ണമെങ്കിലും അല്ലേ, ഒരെണ്ണമെങ്കിലും ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ സിനിമ കണ്ടാൽ ആ സിനിമയും ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം. അത് കഴിയുമ്പോൾ എന്നെ ഒന്ന് ഓർമ്മയെങ്കിലും വേണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഈ സിനിമയിൽ അതിൽ എനിക്ക് പ്രതീക്ഷയിലാണ്. ആ ഒരു സന്തോഷം ഒരു കാര്യം ആഡ് ചെയ്യാനുണ്ട്. ഞാൻ ഇതിനകത്ത് ഓരോ കഥാപാത്രം എഴുതുമ്പോഴും എൻ്റെ നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ വെച്ചിട്ടാണ് എഴുതുന്നത്. ഇപ്പം അസിസിക്ക ചെയ്ത കഥാപാത്രമാണെങ്കിൽ എൻ്റെ നാട്ടിലുള്ള ഇന്ന ആളിനെ വെച്ചിട്ടാണ് ഞാനിങ്ങനെ എഴുതുന്നത്. പക്ഷെ ഇതിൽ ഒരു പർട്ടിക്കുലർ കഥാപാത്രം എഴുതിയപ്പം ഷമീർ ആയിരുന്നു എൻ്റെ മനസ്സിൽ. ഷമീറിനെ വെച്ചിട്ടാണ് ഞാൻ ആ കഥാപാത്രം എഴുതുന്നത്. എന്തുകൊണ്ടോ ഷമീർ ചൂരലിലൊക്കെയുള്ള ഷമീറിന്റെ പ്രത്യേകമായിട്ടുള്ള ശൈലി കണ്ട് ഷമീറിനെ വെച്ച് എഴുതി. എന്നിട്ട് നമ്മൾ അവസാനഘട്ട ഡിസ്കഷനിലോട്ടൊക്കെ എത്തുന്നു. വിപിൻദാസ് പ്രഭുവായിട്ട് സംസാരിക്കുന്നു. അപ്പം വിപിൻദാസ് പ്രഭു പറഞ്ഞു, വിപിൻ ഇത് ഷമീർ ചെയ്യുകയാണെങ്കിൽ പിന്നെ പക്ക ഷമീറിന്റെ ഒരു സാധനം, അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്ക് തിരിച്ചിട്ടാലോ, ജാസ്മിനെ വിളിച്ചാലോ. അപ്പൊ ഞാൻ ജാസ്മിനെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. എന്റെ മനസ്സിൽ മൊത്തം ഷമീറാണ്. അപ്പൊ എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയി. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ അത് വിപിൻ ബ്രോ അത് ജാസിം ചെയ്താൽ ജാസിം ചെയ്ത് നോക്കാം, നമുക്കൊന്ന് ഒരു ഓഡിഷൻ നോക്ക്. അപ്പൊ അന്ന് എന്നെ അവിചാരിതമായിട്ട് എന്നെ ജാസിം വിളിക്കുന്നുണ്ട്. വിപിൻ ബ്രോ എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ വിളിക്കുന്നുണ്ട്. അല്ല, പക്ഷെ അത് പിന്നീട് ഞാൻ അറിഞ്ഞു സിനിമയിൽ ഇങ്ങനെ ഈ ഒരു വേഷത്തിന് വേണ്ടി ആളെ തപ്പുന്നു എന്നൊക്കെ അറിഞ്ഞിട്ടാണ് ആ വിളി. വെറുതെ ഒന്ന് വിളിച്ചാണ്, വിഞ്ചേട്ടാ ഇങ്ങനെ ഇരിക്കുന്നു മഴ, അപ്പം ഞാൻ വെറുതെ ഒന്ന് ഡയൽ ചെയ്ത് സുഖമാണല്ലോ അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യണം, നീ ഒന്ന് ഇതുവരെ വാ, ഞങ്ങൾ ഇന്നടുത്തുണ്ട്, നീ ഒന്ന് വാ, എന്തേട്ടാ നീ വെറുതെ വാ എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ പുള്ളി വരുന്നു. പുള്ളി വന്നിട്ട് നമ്മൾ ഒന്ന് ചെയ്തു നോക്കുന്നു. അപ്പൊ അത് ഓക്കെയാണ്. ഷമീറിന് വേണ്ടി എഴുതിയ സാധനം ജാസിമിലേക്ക്. ഇതിന് വേറെ ബാക്ക് സ്റ്റോറികളുണ്ട്. അതായത് ഈ പടം ഇപ്പോഴല്ലേ, ഇത് കുറെ നാൾ മുമ്പേ ചേട്ടന്റെ മനസ്സിലുള്ള പടമാണ്. അപ്പൊ അന്ന് നമ്മളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അല്ല, അന്ന് സുബിൻ ആ സമയത്ത് ഉണ്ടായിരുന്നു, പക്ഷെ ഷമീർ ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. ഞാൻ ഷമീറിനെ വിളിക്കുന്ന വിഷമം വരണ്ടെന്ന് കരുതി ഷമീറിനെ വിളിക്കുമ്പോൾ ജാസിം കൂടെ വരുമല്ലോ, നമുക്ക് എന്തെങ്കിലും നോക്കാം. അപ്പൊ ഈ പടം പിന്നെ നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും ചേട്ടൻ. അപ്പൊ പുള്ളി ഇടയ്ക്ക് പറയുമ്പോൾ അടുത്ത മാസം തുടങ്ങുന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ കുറച്ച് പുള്ളി പറഞ്ഞത് നിങ്ങൾ വേറെ ബന്ധം പിടിച്ചോ, ഇല്ലയാവും, കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ അറിഞ്ഞെന്ന് വെച്ചാൽ ഇതിൽ തന്നെ അന്ന് ആദ്യത്തെ ഡിസ്കഷനിലുണ്ട് വേറൊരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് മറ്റേ പടം ഓണായി, നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അറിഞ്ഞില്ല. അപ്പൊ എന്നിട്ട് ഞാൻ ആദ്യം വിളിച്ച് നോക്കണം, വേണ്ടേ ഇതേ വെച്ച് വേണ്ട, വെറുതെ വിളിക്കണ്ട. ഇവരുടെ മറ്റേ ആള് പറഞ്ഞു, എടാ നീ ചുമ്മാ വിളിച്ച് നോക്ക്, പോയ ഒരു വാക്ക് ചുമ്മാ വിളിച്ചു നോക്കുന്ന പുള്ളി ഒന്ന് പുഷ് ചെയ്തപ്പോഴാണ് ഞാൻ പ്രമോദേട്ടനെ തന്നെ വിളിച്ചത്. പ്രമോദേട്ടൻ എന്താ പറഞ്ഞത്. അപ്പോൾ പുള്ളി വിളിച്ചപ്പോഴാണ് ഞാൻ കറക്റ്റ് സമയത്ത് വിളിച്ചു. അതായത് ഷൂട്ട് 15 തീയതി തുടങ്ങിയത്, ഏതോ ഒരു 15 തീയതി തുടങ്ങുന്നത്. ഞാൻ വിളിക്കുന്നത് 12-ാം തീയതി. ഈ 3 ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ. അപ്പൊ വിളിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞാ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ജസ്റ്റ് 3 ദിവസം പറഞ്ഞതില്. എന്നിട്ട് ഞാൻ ഓഡിഷൻ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ നിങ്ങൾ എന്നെ വിളിച്ച് ചെയ്യിപ്പിച്ച് നോക്കിയതൊന്നും നിങ്ങൾ ആലോചിക്കണ്ട, ഓക്കെ ആണെങ്കിൽ മാത്രം എടുത്താൽ കരുതലുണ്ട്. അതും പറഞ്ഞു, കാര്യം സിനിമ ആൾക്കാരെ തെറി വിളിക്കാൻ പറ്റുന്നില്ല. പിന്നെ അങ്ങനെ കുറച്ച് ക്രൂക്കഡായിട്ടൊക്കെ ആളുകളെ വിളിച്ചിട്ട് സുഖമാണോ, സിനിമയുണ്ടോ, ക്രൂക്കഡ് എന്ന് പറയാൻ പറ്റില്ല, ആഗ്രഹത്തിന്റെ പുറത്ത്. സോറി ക്രൂക്കഡ് തെറ്റായിരുന്നു.
ഞാൻ ആരും ചോദിച്ചിട്ടില്ല. അത് അഹങ്കാരം കൊണ്ടല്ല, എനിക്ക് ചമ്മലെന്ന് വെച്ചാൽ എനിക്ക് നമ്മളെ കറങ്ങിത്തിരിക്കുക അതുകൊണ്ട് എങ്ങനെ ചോദിക്കും എന്നുള്ളൊരു സാധനമുണ്ട്. പക്ഷെ ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഉള്ളിലുണ്ട്. ഒരുവിധമുള്ള എല്ലാ ഡയറക്ടേഴ്സുമായിട്ട് പരിചയമുണ്ട്. പല സ്ഥലത്ത് വെച്ച് നമ്മൾ കണ്ട് സംസാരിക്കാറുണ്ട്. പക്ഷെ ഇവരൊന്നും പറയുകയും ചെയ്യും, കണ്ടിട്ട് പറയുകയും ചെയ്യും. നല്ല കണ്ടന്റ് കാണാറുണ്ട്, കൊള്ളാന്നൊക്കെ പറയുകയും ചെയ്യും. പക്ഷെ എന്നാ പോലും നമുക്ക് നേരിട്ട് കാണുമ്പോഴത്തേക്ക് ചേട്ടാ അടുത്ത ഒരു പരിപാടിയിൽ എന്നെ വിളിക്കുമെന്ന് ആ വാക്ക് വരൂല, ഒന്ന് സ്റ്റക്കായി നിൽക്കും. പോയതിനു ശേഷം പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയായിരുന്നു എന്നൊക്കെ തോന്നാറുണ്ട്. പിന്നെ ഇപ്പൊ അത് മാറ്റി തുടങ്ങിയേ. ഇപ്പൊ എന്റെ അടുത്ത് ഞാൻ ഇപ്പൊ എറണാകുളത്ത് താമസമായതിനു ശേഷം ഇവിടെയുള്ള കുറെ സിനിമ പ്രേമികളായ സുഹൃത്തുക്കളൊക്കെ ഒന്ന് പറയുന്നത് ആ സ്വഭാവം മാറ്റിക്കൂ. ചിലപ്പം പറയാൻ പറ്റത്തില്ല, ചിലപ്പോ ഒരു സിനിമ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നീ വന്ന് ചോദിക്കുമ്പോൾ ഇവൻ കൊള്ളാമല്ലോ എനിക്ക് എടുക്കളെ, അങ്ങനെ ഒരു ചെറിയ ചിന്ത വന്നാൽ മതി രക്ഷപ്പെടാൻ. അതുകൊണ്ട് ധൈര്യമായിട്ട് ചോദിക്കാൻ പറയും, ഒന്നും നഷ്ടപ്പെടാനില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ കുറച്ച് നാളായിട്ട് ചോദിച്ചു തുടങ്ങി കേട്ടോ. ജസമ, ഈ ഷമീറിന്റെ ഒരു തോട്ട് പ്രോസസ് ഉണ്ടല്ലോ, ഇങ്ങനത്തെ ആരും ചിന്തിക്കാത്ത കണ്ടന്റ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ആരുടെ മുഖത്ത് അങ്ങനെ വരാത്ത ഭാവങ്ങളൊക്കെയാ പുള്ളിയുടെ മുഖത്ത് വരുന്നതൊക്കെ. അദ്ദേഹം തുടക്കം തൊട്ട് ഇങ്ങനെ കുറച്ച് ഡിഫറെന്റ് ആയിരിക്കണം അങ്ങനത്തെ ചിന്തയുള്ള മനുഷ്യനാണ്. എനിക്ക് ഓർമ്മ വെച്ചാൽ തൊട്ട് അവൻ നാച്ചുറലി അങ്ങനെയാണ്. അതായത് അത് എല്ലായിടത്തും അല്ല. അതായത് ഇപ്പൊ കൊച്ചിലെ ഇപ്പൊ നമ്മള് വളരെ ചെറിയ ഉദാഹരണത്തിന് ഞാനിപ്പം കാർത്തിക് ശങ്കർ ആളും കൂടി ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതിലെന്തോ പറഞ്ഞപ്പോ കാർത്തിക് ശങ്കർ രാവിലെ ഇരുന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യാണ്. അപ്പൊ എന്നോട് പറയുന്നത് ഇവന് രാവിലെ ചെറിയ ദുർമന്ത്രത്തിന്റെ ഏർപ്പാടൊക്കെ ഉണ്ടെന്നാണ്. അതായത് നമ്മൾ ചിന്തിക്കാത്ത ഒരു രീതിനെ പറഞ്ഞിട്ട് അതിൽ തമാശ ഉണ്ടാക്കി കളയും അദ്ദേഹം. ഈ ഒരു തോട്ടിന്റെ ഒരു വ്യത്യസ്തത ഉണ്ടല്ലോ, വേറെ രീതി ചിന്തിച്ചിട്ട് പ്രസന്റ് ചെയ്യുന്നത്. ഇത് എപ്പോ തൊട്ടാ തുടങ്ങി? എനിക്ക് ഓർമ്മ വെച്ചാൽ കൊച്ചിലോട്ട്, അതായത് എല്ലായിടത്തും അല്ല. ഇപ്പൊ ഞാൻ, അവന്റെ അനിയത്തിമാര്, നമ്മൾ വേറൊരു കസിൻ, ഇപ്പൊ നമ്മളടുത്തേക്ക് ഇരിക്കുമ്പോ ഇവൻ അങ്ങേയറ്റം ക്രാക്ക് സാധനങ്ങൾ പറയും, അതിനെ കാണിക്കും. അപ്പം നമ്മളത് എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷെ അത് വളർന്നപ്പോൾ കൂടെ വളർന്നതും അതിപ്പോ നാട്ടുകാർ മൊത്തം കണ്ടു തുടങ്ങുന്നതാണ്. അവൻ നാച്ചുറലി അവന്റെ സംസാരവും നമ്മൾ റീൽസിൽ കാണുന്ന എക്സ്പ്രഷനും ഇതൊക്കെ അവന്റെ റിയൽ ലൈഫിലും അങ്ങനെ ആ പരിപാടി തന്നെയാണ്. അവന്റെ ഉടമ്പക്ക് ഇരുന്ന അവൻ ചില ആ സ്ഥാനത്തിൽ പറയുന്ന വാക്കുകളൊക്കെ അല്ലെങ്കിലും പറയും, നമുക്ക് അല്ലെങ്കിൽ കേട്ടാൽ ചിരി വരും, വെറുതെ സംസാരിച്ചാൽ ചിരി വരും. അങ്ങനത്തെ അതാണ് അവന്റെ ഒരു നേച്ചർ. അതാണ് ബേസിക്കലായിട്ട് പുള്ളി അങ്ങനെയാ ഏകദേശം. അനുശരി, ഇപ്പൊ നമ്മള് വ്യത്യസ്തമായിട്ടുള്ള ജോണറുകൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അതിന് ഭയങ്കര അധികം അപ്രീസിയേഷൻ കിട്ടുക, അല്ലെങ്കിൽ വേറൊരു സിനിമ ചെയ്യുമ്പോൾ നമ്മുടെ പെർഫോമൻസിന് ക്രിറ്റിസിസം വരിക, ഇത് മറ്റൊരു സിനിമയുടെ പെർഫോമൻസിന് ഒരു ബാഗേജ് ആയിട്ട് ബാധിക്കുമോ? ബാഗേജ് ആയിട്ട് ബാധിക്കുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ബാഗേജ് ആയിട്ട് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. അങ്ങനെ ഇല്ല, ഒരു ടെൻഷൻ മേ ബി അത് ആ സിനിമ ചെയ്യുന്ന സമയത്ത് എന്നല്ല, അല്ലെങ്കിൽ ആ ഒരു ക്രിറ്റിസിസം നമ്മളെ ബാധിക്കും. അതായത് ഇപ്പൊ നമ്മൾ പൈങ്ങളിൽ വ്യത്യസ്തമായിട്ടൊരു സാധനം ട്രൈ ചെയ്യുന്നത്, അത് ചില സ്ഥലത്ത് റീച്ച് ആയിട്ട് ചില സ്ഥലത്ത് റീച്ച് ആയിട്ടില്ല. ഇത് പിന്നെ പരീക്ഷിക്കാൻ അനശ്വരനെ ഒന്ന് ബാക്കിലേക്ക് കൊണ്ടുവരുമെന്നാ ചോദിക്കുന്നത്. ഈ സെയിം ടൈപ്പ് ഓഫ് അതെ അതെ, അത് ഞാൻ അങ്ങനെ ഒരു കാര്യം ചൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ രണ്ടാമത് പിന്നെ ആലോചിക്കും. എനിക്കൊരു അങ്ങനെ ഒരു ക്രിറ്റിസിസം വന്ന സമയത്ത് രണ്ടാമത് ഇനി ചെയ്യുന്ന സമയത്ത് ആലോചിക്കും. പക്ഷെ അത് ഞാൻ ബാക്കൗട്ട് ഇരുന്നത് അത് ഞാൻ ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന രീതിയിൽ നിൽക്കാൻ വേണ്ടി എനിക്ക് താല്പര്യമില്ല. ഞാൻ ഒരിക്കലും ചെയ്യണ്ട, ഇനി ഞാനത് ട്രൈ ചെയ്യുന്നില്ല എന്ന രീതിയിൽ ഇതാക്കാൻ എനിക്ക് താല്പര്യമില്ല. മേ ബി എൻ്റെതായുള്ള മിസ്റ്റേക്കുകൾ ഞാൻ തിരിച്ചറിഞ്ഞ് അത് ആൾക്കാരുടെ കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടർ ട്രൈ ചെയ്യുന്നത്, ഒരു ഓവർബോർഡ് ക്യാരക്ടർ. അപ്പം അതിൻ്റെതായ മിസ്റ്റേക്കുകൾ മേ ബി ഉണ്ടായിരിക്കാം ചില ആൾക്കാർക്ക് പറഞ്ഞ പോലെ. ഞാൻ ചില നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ സിനിമ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, എങ്ങനെയായാലും സിനിമ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എങ്ങനെയാണെങ്കിലും ആൾക്കാരുടെ അഭിപ്രായമാണ് അതിന്റെ എൻഡ് എന്നുള്ളത്. അപ്പോൾ അതിനെന്താണോ വേണ്ടതെന്നുള്ളത് സ്വീകരിച്ചിട്ട് അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അടുത്ത സിനിമയിൽ അത് കറക്റ്റ് ചെയ്യുക എന്ന രീതിയിൽ ഞാൻ ആലോചിക്കുള്ളൂ. അത് കംപ്ലീറ്റ് ആയിട്ട് ബാക്ക് ഓഫ് ചെയ്ത് നിന്നാൽ നമ്മൾ തന്നെ അതൊരു ലിമിറ്റ് ചെയ്യുന്ന പോലെ ആയിപ്പോവും. അതിന്റെ മിസ്റ്റേക്കുകൾ തിരിച്ചറിഞ്ഞ് അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അടുത്ത സിനിമയിൽ അതെങ്ങനെയാണോ കൺവീൻസിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ചെയ്യാം. ഓക്കെ, നൈസ് നൈസ് നൈസ്. എന്തായാലും സിനിമ സംസാരിക്കട്ടെ. സിനിമയിൽ ഒരുപാട് പുതിയ ടാലൻസ് ഉണ്ട്, ഇതുവരെ പറയാത്ത, അല്ലെങ്കിൽ പറഞ്ഞതിന് തന്നെ വേറൊരു ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നതിൻ്റെ ഒരു പുതുമയുണ്ട് വ്യസന സമേതത്തിന്. അത് ആളുകളിലേക്ക് റീച്ച് ആവട്ടെ. എല്ലാവരുടെയും നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.